വീട്ടിലേക്കൊരു ബെഡ് വേണമായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോഞ്ച് എടുത്തിട്ട് അതിന് കവർ തേച്ചിടുക എന്ന് പറഞ്ഞിട്ടാണ്. എന്നാലേ കുറച്ച് വില കുറവിന് കിട്ടുള്ളൂ. അതല്ല, ബെഡൊക്കെ മേടിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കിങ് സൈസിൻ്റെയാണ് നമുക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബെഡൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ക്യാൻറ്റീനിൽ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 13,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കിങ് സൈസിൻ്റെ. പിന്നെ 18 ഒക്കെ ഉണ്ട് സ്പ്രിങ്ങിൻ്റെ, അല്ല സ്പോഞ്ച് ഫോമിൻ്റെ 18, അങ്ങനെ സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അവിടെ പോയി നോക്കിയപ്പോൾ നമുക്ക് അത്ര വിലയുള്ളത് വേണ്ട, നമ്മളൊന്ന് സ്പോഞ്ചിൻ്റെ കടയിലും കൂടെ ചെന്ന് നോക്കിയതിന് ശേഷം എടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ ഈ സ്പോഞ്ചിൻ്റെ കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ പലതരം സ്പോഞ്ചുകളുണ്ട്. ഈ നല്ലപോലെ അമർത്തി അമർത്തി നോക്കിയിട്ടാണ് ഈ സ്പോഞ്ചുകളെല്ലാം ഏതാണ് വേണ്ടത് എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ പല ഇഞ്ച് കണക്കിനാണ് ഉള്ളത്. എന്നുവെച്ചാൽ 1.5 ഇഞ്ചിൻ്റെ സ്പോഞ്ച്, 2 ഇഞ്ചിൻ്റെ സ്പോഞ്ച്, 4 ഇഞ്ചിൻ്റെ, അങ്ങനെയുള്ള സ്പോഞ്ചുകൾ. പിന്നെ ഗ്യാരണ്ടിയൊക്കെ അവർ തരുന്നുണ്ട്. ചില സ്പോഞ്ചുകൾക്ക് 5 വർഷവും ചില സ്പോഞ്ചുകൾക്ക് 10 വർഷം വരെ ഗ്യാരണ്ടി ഉള്ളതുണ്ട്. അങ്ങനെ ഗ്യാരണ്ടിയൊക്കെ കൂടുന്തോറും സ്പോഞ്ചിൻ്റെ സോഫ്റ്റ്നെസ് ഭയങ്കര കുറവായിരിക്കും. അപ്പം നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു മഞ്ഞ കളർ സ്പോഞ്ചാണ്. ഇതിന് 5 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ആ ചേച്ചി അത് നമ്മളുടെ കൂടെ വന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ പുതിയ കുറേ ചാക്കിൻ്റെ വലിയ വലിയ കെട്ടുകളാണ് ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലത്തെ നമുക്ക് വേണ്ടത് പുതിയൊരു ചാക്ക് തന്നെ തുറന്നിട്ട് അവരത് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അതിന് എത്ര 6,600 ഈ സ്പോഞ്ച്, നമ്മളെടുത്ത സ്പോഞ്ചിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുള്ള കവറും അതും അവിടെ നിന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഇത്തിരി അമർത്താൻ നല്ല ബലമുണ്ട്, കാണുന്ന പോലെയല്ല, ആവശ്യത്തിന് ഇത്തിരി ബലമൊക്കെ ഉണ്ട്. ഇതും അതേപോലെ ഇത്തിരി വില കൂടിയതാണ്. ഈ എടുത്ത ഈ മഞ്ഞനെക്കാട്ടിലും കുറച്ചുകൂടെ വില കൂടിയതാണ്, കുറച്ച് സ്മൂത്ത് ഉണ്ടെന്ന് മാത്രം. ഇതാണ് 10 വർഷത്തിൻ്റെ ഗ്യാരണ്ടി ഉള്ളൊരു സ്പോഞ്ച്. നല്ല ബലമുണ്ട്, നല്ലപോലെ അമർത്തിയാലേ അത് അമങ്ങുള്ളൂ. ഒരു പെട്ടെന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് സ്പോഞ്ചിലിരിക്കുന്ന ഫീലൊന്നും അതിലില്ല. പിന്നെ അവിടെ പല സെറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ സ്പോഞ്ചെല്ലാം മേടിക്കാൻ വരുന്നൊരു സ്ഥലമായതുകൊണ്ട് പലതരം സ്പോഞ്ചുകൾ, വില കുറവിലുള്ളത് വില കൂടിയതുമായിട്ടുള്ള പല കളറിലുള്ളതായിട്ടുള്ള സ്പോഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ ഇവിടെ നിന്നാണ് കൂടുതലും വന്നെടുത്തിട്ട്, സെറ്റി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ വന്നെടുത്തിട്ട് പോകുന്നത്. ഈ സ്പോഞ്ചിൻ്റെ അനുസരിച്ചിട്ടാണ് സെറ്റീൻ്റെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, മരത്തിൻ്റെ കാലുകൾ, പിന്നെ സെറ്റീൻ്റെ കൈ വയ്ക്കാനുള്ള സാധനങ്ങൾ, പിന്നെ മെറ്റീരിയൽ, അതിന് ഏതൊക്കെ മെറ്റീരിയലാണ് അതിൻ്റെ മേലെ ഇടേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ പലതരത്തിലുള്ളതെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കടയിൽ വന്നു എന്ന് പറഞ്ഞു വെച്ചാൽ ഏതാണോ വേണ്ടത് അത് മേടിച്ചിട്ട് പോകാം. ഇപ്പോൾ നമ്മൾ മേടിച്ച മഞ്ഞയുടെ അതേ തന്നെ മഞ്ഞ കളർ സ്പോഞ്ചാണത്. പക്ഷേ അതിന് വില കുറവാണ്. ഇതിന് ഗ്യാരണ്ടി ഒന്നും ഇല്ല, അവർ ഒന്നും തരുന്നില്ല. പലതരം കളറിലുള്ളതും എല്ലാതും അവിടെ ഉണ്ട്. പക്ഷേ ഇതിനൊന്നും ഗ്യാരണ്ടി ഇല്ല. പിന്നെ A ഗ്രേഡ് സ്പോഞ്ച്, B ഗ്രേഡ് സ്പോഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാനൊക്കെ നല്ല വലിപ്പമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇതിനൊന്നും ഗ്യാരണ്ടി ഇല്ല, ഒന്നും അവർ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വിലയും കുറവാണ്. ചില ആളുകളൊക്കെ 2 സ്പോഞ്ചെല്ലാം ഒരുമിച്ച് മേടിച്ച് അതിന് ഒട്ടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. അവിടെ തന്നെ പശയും എല്ലാതും അവിടെ തന്നെ കിട്ടും. അവർ വേണമെന്നുണ്ടെങ്കിൽ അവരും ചെയ്തു തരും. പിന്നെ ബെഡാക്കിയിട്ട് വേണം തരേണ്ടതെന്നുണ്ടെങ്കിൽ അവർ തന്നെ ക്വിൽറ്റ്, നമ്മൾ മേടിച്ച സ്പോഞ്ച് അവിടെ തന്നെ കൊടുത്തു എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അതിനെ ബെഡാക്കി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് തരും. അങ്ങനെ സ്റ്റിച്ചിങ്ങിനെന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങും പിന്നെ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ സ്പോഞ്ചൊക്കെ വെക്കും. അപ്പോൾ അങ്ങനെ വെക്കുന്നതിന് 4,600 മറ്റാണ് തോന്നുന്നത്, 4,200 മറ്റാണ് അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ്. പിന്നെ ഇതെല്ലാം സെറ്റീൻ്റെ കാലിന് വേണ്ടിയിട്ടുള്ള, സെറ്റി ചെയർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും സെറ്റിക്കൊക്കെ കാലിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള മരവും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ റെഡിമെയ്ഡ് അവിടെ ഉണ്ടാക്കി. പിന്നെ ഇതും പലതരത്തിലുള്ള, അപ്പോൾ കടഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ആ സെറ്റികൾക്കും കട്ടിലിനും എന്തിനും വെക്കാമെന്നാണ് അവർ പറയുന്നത്. പിന്നെ മരത്തിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ മെറ്റലിൻ്റെയാണ്. ഒരെണ്ണത്തിന് 100 രൂപ വെച്ച് കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വന്ന സാധനങ്ങളൊക്കെ വന്ന് നോക്കി മേടിക്കാവുന്നതാണ്. പിന്നെ പലതരം ഡിസൈനിൽ, 1, 2, 3 ഒന്നുമല്ല, പലതരം ഡിസൈനിൽ ഇതെല്ലാം സെറ്റിയുടെ കയ്യിൽ വെക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതും ഉണ്ട്. അങ്ങനെ മേടിച്ചിട്ട് പോയി നേരെ ഒരു ആശാരിയുടെ അടുത്തോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കടയിലോ ഒക്കെ കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞു വെച്ചാൽ അവർ വെച്ച് തരും. പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്പോഞ്ചുകൾ, ഇതെല്ലാം ഞാൻ ഷർട്ടുകളിലൊക്കെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ ഇഞ്ച് കണക്കിന് പറയുന്ന സമയത്ത് ഇത് 2 ഇഞ്ചിൻ്റെ, 4 ഇഞ്ചിൻ്റെ അങ്ങനെയൊക്കെയാണ് ഓരോന്നും കാണിച്ചു തന്നിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളും അതേപോലെ കുറേയൊക്കെ സ്പോഞ്ചുകളിനെ അമർത്തി നോക്കി. പിന്നെ ഒരു യെല്ലോ കളർ സ്പോഞ്ച് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കൊണ്ട് പുറത്തേക്ക് വന്നു. അപ്പോഴാണ് അവരുണ്ടാക്കി കൊടുക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേപോലുള്ള മെറ്റീരിയൽ, വില കുറവുള്ള മെറ്റീരിയലൊക്കെ ഉണ്ട്. പിന്നെ ബീൻ ബാഗിൽ നിറയ്ക്കാനുള്ള
ആ എന്താണ് ഒരു സാധനമല്ല, മുത്ത് മുത്ത് പോലെയുള്ള സാധനം, എന്താണ് തെർമോക്കോൾ ബോൾസ്. അപ്പോൾ അതും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കർട്ടൺ ആണെന്നുണ്ടെങ്കിലും ടേബിൾ മാറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ബെഡ് എടുത്തതിന് അവിടെ തന്നെ അവർ കവർ തെച്ചതുണ്ട്, ഒരു സിബ്ബോട് കൂടി ചേർന്നിട്ടുള്ള കവർ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കോട്ടൻ്റെ കവറുണ്ട്, പിന്നെ ബെഡ്ഷീറ്റുകളുണ്ട്. അവർ കോട്ടൻ്റെയും പിന്നെ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള കവറുകളും ഉണ്ട്. ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കി കോട്ടൻ്റെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ചേച്ചി അതെല്ലാം കുറേ തിരഞ്ഞിട്ട് പലതരത്തിലുള്ളതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ബെഡ്ഷീറ്റുകളും അവിടെ ഉണ്ട്. പില്ലോ കവറോട് കൂടി ചേർന്നിട്ടുള്ള ബെഡ്ഷീറ്റും പില്ലോ കവർ ഇല്ലാതെ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളുണ്ട്. അതേപോലെ സെറ്റിക്കും വേണ്ടിയിട്ടുള്ള കവറൊക്കെ ഉണ്ട്. ഇതെല്ലാം വെൽവെറ്റിൻ്റെ കവറാണ്. നല്ല സോഫ്റ്റ് നല്ല സ്മൂത്തുമാണ്. ഇതിനൊക്കെ വിലയുണ്ട് കേട്ടോ, ആവശ്യത്തിന് അതിന് അനുസരിച്ചിട്ടുള്ള വിലകളുണ്ട്. പക്ഷേ ബാക്കിയുള്ള നമ്മൾ തുണിക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിലും വില കുറവുണ്ട് ഇവിടെ. അങ്ങനെ കുറേ നോക്കി ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലും ഉണ്ട്, പിന്നെ വില കുറഞ്ഞിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കോട്ടൻ്റെ ആയിട്ടുള്ള ഒരു ബെഡിൻ്റെ കവറ് നമ്മൾ കിങ് സൈസിൻ്റെ ആയിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാർപ്പറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാം ദിവാങ്കോട്ടിൽ അങ്ങനെയൊക്കെ രണ്ട് സൈഡിലും വെക്കാവുന്ന പില്ലോ പോലെയുള്ള സാധനങ്ങൾ, പില്ലോ തന്നെ അങ്ങനെയുള്ളതെല്ലാതും അവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. അവരടിച്ചും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അതിനെ ബില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വന്ന് ആ കവറിനെല്ലാം ആദ്യം അഴിച്ചു മാറ്റി. അതിനുശേഷം അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കോട്ടൻ്റെ കവർ അതിനെടുത്തിട്ട് അവരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. ഈ സ്പോഞ്ച് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ളത് കാരണം അതിനെ മടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ പേര് ചേർന്നിട്ടാണ് ഈ ഒരു സ്പോഞ്ചിൻ്റെ അകത്ത് ഈ കോട്ടൻ്റെ തന്നെ ആ കവറ്, എന്താണ് ബെഡ് കവറ് കയറ്റാൻ കുറേ പേര് ചേർന്നിട്ടാണ് അത് കയറാൻ കുറേ നേരം എടുത്തിട്ടുണ്ടായിരുന്നു അത് കയറാനായിട്ട്. ആദ്യം അവിടെ ചളിയിൽ വെക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ ഒരു ആ കവറെല്ലാം വെച്ചിട്ട് ആ കവറിൽ തന്നെ ഇരുന്ന് ചെയ്യാമെന്ന്. പക്ഷേ എന്ത് പറഞ്ഞിട്ടും അത് കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരും കടയിൽ സാധനങ്ങൾ മേടിക്കാൻ വന്നവരും എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടാണ് പതുക്കെ അത് കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ പ്ലാസ്റ്റിക് കവറും കൂടെ ഇട്ടിട്ട് ഓട്ടോയിൽ കെട്ടിത്തന്നു. എങ്ങാനും മഴ വന്നാൽ നനയാതിരിക്കാൻ വേണ്ടി.